ഹായ് ഫിഷർ ഡോക്ടേഴ്സ്. ഈ ടെക്നോളജിക്കൽ ഇറയിൽ നമ്മുടെ സ്മാർട്ട് ഫോൺസ് ഇല്ലാതെ പഠിക്കുക, ഡിസ്ട്രാക്ഷൻസ് ഇല്ലാതെ പഠിക്കുക എന്നുള്ളത് കുറച്ച് ഡിഫിക്കൽട്ടാണ്. അപ്പോൾ ഞാൻ മുമ്പ് വന്ന് നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്, എങ്ങനെ ഈ സ്മാർട്ട് ഫോൺസിന്റെ ഡിസ്ട്രാക്ഷൻസ് നമുക്ക് ഒഴിവാക്കാം, അല്ലേ? അൺനെസസറി ആപ്സ് നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാം, ഇപ്പോൾ ഉള്ള സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ് ഒക്കെ നമുക്ക് ഡീആക്ടിവേറ്റ് ചെയ്യാം കുറച്ച് കാലത്തേക്ക്. പിന്നെ നിങ്ങൾക്ക് ഫോൺ യൂസ് ചെയ്താണ് പഠിക്കുന്നത്, ഓൺലൈനായിട്ട് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് കുറച്ച് വീഡിയോസ് ഒക്കെ കാണേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്കൊരു സെപ്പറേറ്റ് ID, നിങ്ങളുടെ അക്കാഡമിക് പേർപ്പസിന് വേണ്ടി ഒരു ഇമെയിൽ ID ക്രിയേറ്റ് ചെയ്ത് ഈ നിങ്ങൾക്ക് ആവശ്യമുള്ള ആപ്സിലെല്ലാം ഈ ഒരു ID ത്രൂ മാത്രം ആക്സസ് ചെയ്യാം. കാരണം സൈലത്തിന്റെ ആപ്പ് വഴി പഠിക്കുന്ന മക്കളുണ്ട്, അല്ലെ? നമ്മുടെ യൂട്യൂബ് ചാനൽസ് കാണുന്നവരുണ്ട്, നമ്മുടെ വീഡിയോസ് കാണുന്നവരുണ്ട്. അപ്പം നിങ്ങൾക്ക് ആ ഒരു ID മാത്രം നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ അൺനെസസറി വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ടേൺ ഓഫ് ചെയ്യാം. ഈവൻ ഇൻ യുവർ സോഷ്യൽ മീഡിയ. അപ്പോൾ സോഷ്യൽ മീഡിയ ഒട്ടും പറ്റാത്തവരാണ്, അതായത് ഇപ്പം ജോബ് ചെയ്യുന്നവരുണ്ട്, ഓൺലൈനായിട്ട് സോഷ്യൽ മീഡിയ വഴി വർക്കൊക്കെ ചെയ്യുന്നവരുണ്ട്, വ്ളോഗേഴ്സ് അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാണ്ട് പറ്റില്ല, അല്ലേ? ബിക്കോസ് അത് നിങ്ങളുടെ വേ ഓഫ് ഇൻകം ആണ്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് ചില അൺനെസസറി വീഡിയോ സജഷൻസ് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ട് ഇൻട്രസ്റ്റഡ് എന്നുള്ള ആ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ യു ക്യാൻ ഓൾവേസ് അവോയ്ഡ് വാച്ചിങ് ദീസ് വീഡിയോസ്. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ ഒരുപാട് ടൈം സേവ് ആവും. ബിക്കോസ് ഈ ബാക്ക് ടു ബാക്ക് സജഷൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരുന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, ഇൻസ്റ്റഗ്രാമിന്റെ അൽഗോരിതം നിങ്ങൾ എന്താണോ കാണാൻ ഇഷ്ടപ്പെടുന്നത് അത് തന്നെ നിങ്ങളെ വീണ്ടും വീണ്ടും കാണിച്ചുകൊണ്ടിരിക്കും. സോ യു വിൽ ബി ലൈക്ക് മോർ ഇൻട്രസ്റ്റഡ്. ഇങ്ങനെ കണ്ട് നമ്മുടെ സമയം ഒരുപാട് നമ്മൾ വേസ്റ്റ് ചെയ്യും. ഓക്കെ, സോ യു ഓൾവേസ് ഹാവ് ഓപ്ഷൻസ്. ഇറ്റ്സ് നോട്ട് ലൈക്ക് technology is controlling you. You have the right to control technology. You have the right to say no where you want to know. ഇത് നിങ്ങൾ റിയൽ ലൈഫിലും പ്രാക്ടീസ് ചെയ്യുക, നിങ്ങളുടെ ഫോണിൻ്റെ അടുത്തും പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ വേണമെന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് ഇതൊക്കെ കൺട്രോൾ ചെയ്യാം. സോ ഓൾറെഡി കുറേ മെത്തേഡ്സ് പറഞ്ഞു തന്നു. ഇനി കുറച്ച് ആപ്സ് ഉണ്ട്. ഇപ്പം നിങ്ങൾ ചെറുപ്പം മുതലേ ഫോണൊക്കെ യൂസ് ചെയ്ത് വരുന്ന മക്കളാണ്. സോ സഡൻലി നിങ്ങളോട് ഈ നീറ്റ് പ്രിപ്പറേഷൻ വരുമ്പോൾ ഫോൺ യൂസ് ചെയ്യരുത്, നിങ്ങൾ ഫോൺ നോക്കിയേ ചെയ്യരുതെന്ന് പറയുമ്പോൾ ചിലർക്കൊക്കെ അത് ഭയങ്കര ഒരു എന്താ പറയുക പ്രോബ്ലംസ് തരാം, നിങ്ങൾക്ക് പാനിക് അറ്റാക്കും അങ്ങനെയൊക്കെ വരുന്ന മക്കളുണ്ട് ഫോൺ യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് വരുമ്പോൾ. ഓക്കെ, സോ യു കനോട്ട് സ്റ്റേ ഔട്ട് ഓഫ് ടെക്നോളജി. ഓൾസോ യു കനോട്ട് സ്റ്റേ അവേ ഫ്രം ഇറ്റ് ഫോർ എ ലോങ് ടൈം. അപ്പോൾ നമുക്ക് അത് നല്ല രീതിയിൽ യൂസ് ചെയ്തുകൊണ്ട്, യൂസിങ് ടെക്നോളജി ഇൻ ദ റൈറ്റ് വേ, നമുക്ക് നമ്മുടെ സ്റ്റഡീസും കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ചില ആപ്സ് ഉണ്ട് നിങ്ങളെ ഈ സ്റ്റഡീസിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന, നിങ്ങളുടെ വർക്ക് ടൈം പ്ലാൻ ചെയ്യാനും ഒക്കെ, അതേപോലെ നിങ്ങൾ കുറച്ച് ഓർഗനൈസ്ഡ് ആണ്, നിങ്ങളെ ഫീൽ ചെയ്യിപ്പിക്കുന്ന, നിങ്ങൾക്ക് മോട്ടിവേഷൻ ഒക്കെ തരുന്ന കുറച്ച് ആപ്സ് ഉണ്ട്. അപ്പോൾ ആപ്സിനെ കുറിച്ച് പറഞ്ഞാരാണ് വന്നത്. ആദ്യത്തെ ആപ്പാണ് ഫോറസ്റ്റ്. ഓക്കെ, ഫോറസ്റ്റ് എന്ന് പറയുന്ന ആപ്പ് എനിക്ക് ഇതിൽ ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ള ആപ്പാണ്. നിങ്ങൾക്ക് ഇത് എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ, നിങ്ങളുടെ ചോയ്സ് ആണ്. യു വോണ്ട് ടു യൂസ് ദീസ് ആപ്സ് യു ക്യാൻ, ബട്ട് ഐ എം ജസ്റ്റ് ഗിവിംഗ് യു സം ഐഡിയ അബൌട്ട് ദം. അതായത് ഈ ഫോറസ്റ്റ് എന്ന് പറഞ്ഞ ആപ്പ് നല്ലതാണ്. ബിക്കോസ് നമ്മൾ ഇപ്പോൾ നമ്മുടെ ഫോൺ യൂസ് ചെയ്ത് തുടങ്ങിയ നമ്മുടെ ഫോണിൽ കുറേ ആപ്സ് ഉണ്ടല്ലോ. അപ്പോൾ നമ്മളിപ്പം കുറേ നോട്ടിഫിക്കേഷനൊക്കെ നമ്മൾ ടേൺ ഡൗൺ ചെയ്ത് വെച്ചാലും ചിലപ്പോൾ നമുക്കൊരു ടെൻഡൻസി ഉണ്ടാകും, നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ഫോൺ എടുത്ത് നോക്കിയേക്കാന്നുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് അറിയോ, നമ്മൾ പഠിക്കാൻ തുടങ്ങുമ്പോൾ നമ്മളൊരു സ്റ്റഡി ടൈം സെറ്റ് ചെയ്യും. അതായത് ഞാൻ നെക്സ്റ്റ് 40 മിനിറ്റ്സിൽ ഞാൻ വായിക്കാൻ പോവാണ്. ഇപ്പോൾ പോമഡോറോ മെത്തേഡൊക്കെ ചെയ്യുന്ന മക്കൾക്ക് അറിയാം, നിങ്ങൾ 10 മിനിറ്റ്സ് വായിക്കും, 5 മിനിറ്റ്സ് ബ്രേക്ക് എടുക്കും, അങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾ ആ സ്റ്റഡി പ്ലാൻ ടൈം സെറ്റ് ചെയ്തെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഫോറസ്റ്റ് ആപ്പിൽ ഈ ടൈം സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ആപ്പ് ഓപ്പൺ ചെയ്ത് വെക്കുമ്പോൾ അതൊരു മരം നടും, അതായത് ഒരു വിത്ത് നടും. എന്നിട്ട് നമ്മൾ പഠിച്ച് ഒരു 5 മിനിറ്റ് വായിച്ചപ്പോൾ നമുക്ക് ചെറിയൊരു മടി, ഫോണൊന്നും എടുക്കാനുള്ള ടെൻഡൻസി. നമ്മൾ ഫോൺ എടുത്തിട്ട് ആ ആപ്പ് ക്ലോസ് ചെയ്യുമ്പോൾ ആ ആപ്പ് നമ്മളോട് പറയും, ഡു യു റിയലി തിങ്ക് യു വാണ്ട് ടു ക്ലോസ് ദിസ്? കാരണം നിങ്ങൾ നട്ട മരം ഉണങ്ങിപ്പോയില്ലേ, അത് വളരില്ല, അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അപ്പോൾ നമ്മുടെ ആ ഒരു ഷെഡ്യൂളിലൊരു ഇത് വരികയാണ്, നമ്മൾ അവിടെ ചെയ്തു വെച്ച ആ ഒരു കാര്യത്തിലൊരു ബ്ലോക്കേജ് വരികയാണ്, നമുക്ക് തന്നെ ഒരു ഫീലിംഗ് വരും. അതൊരു നല്ലൊരു സൈക്കോളജിക്കൽ അപ്രോച്ചാണ്, അല്ലേ? അപ്പോൾ അതുകൊണ്ട് പലരും ആ ആപ്പ് ക്ലോസ് ചെയ്യാതെ അത് അങ്ങനെ തന്നെ തുറന്നു വെക്കും. അങ്ങനെ നമ്മുടെ 40 മിനിറ്റ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ആ സമയം കൊണ്ട് നമ്മൾ നട്ട ആ മരം വളർന്ന് നല്ലൊരു ചെടി വളർന്ന് നല്ലൊരു വലിയ മരമായിട്ടൊക്കെ മാറും. സോ ദാറ്റ്സ് ലൈക്ക് നമ്മുടെ ആ സ്റ്റഡി അവറും അപ്പോൾ പ്രൊഡക്റ്റീവായി, നമ്മൾ അവിടെ ചെയ്ത കാര്യം പ്രൊഡക്റ്റീവായി, അതിൽ നമുക്കിങ്ങനെ പോയിന്റ്സ് ഒക്കെ കിട്ടും, അങ്ങനെയൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് മറ്റ് ആപ്പുകൾ ഓപ്പൺ ചെയ്യാതെ യൂസ് ചെയ്യും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, ഓ മിസ്സേ എനിക്ക് മരം നടാനൊന്നും അപ്പോൾ തോന്നില്ല, എനിക്കപ്പോൾ ഇൻസ്റ്റാഗ്രാം നോക്കാനാണ് തോന്നുക. അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇൻസ്റ്റാഗ്രാം അൺഇൻസ്റ്റാൾ ചെയ്യുക, അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻസ് ടേൺ ഓഫ് ചെയ്ത് വെക്കുക, അതാണ് ബേസിക് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഫോറസ്റ്റ് ആപ്പാണ് ഇത്. പിന്നെ ഒന്നുള്ളതാണ് നോഷൻ എന്ന് പറയുന്ന ആപ്പ്. നോഷൻ എന്ന് പറയുന്ന ആപ്പ്. നോഷൻ ഗൂഗിൾ കാലണ്ടേഴ്സ് ഒക്കെ പോലെ തന്നെയാണ്. ഗൂഗിൾ കാലണ്ടർ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്കൊരു ജിമെയിൽ ID ഉണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഗൂഗിൾ കാലണ്ടർ ആക്സസ് ചെയ്യാമല്ലോ. നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ സമയം നിങ്ങൾ ഒട്ടും പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്നില്ല എന്ന് തോന്നുകയാണ്. അപ്പോൾ നിങ്ങളുടെ ഡെയിലി സ്റ്റഡി പ്ലാൻ ഇല്ലേ, അത് ഗൂഗിൾ കാലണ്ടറിൽ അങ്ങ് അപ്ഡേറ്റ് ചെയ്യുക. അതായത് ഞാൻ
ഒരാഴ്ചത്തേക്കുള്ള സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കി വെക്കുകയാണ്. ഞാൻ ഇങ്ങനെയാണ്, ഇതൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്. ഈ സമയത്ത് മോർണിംഗ് 9 to 10 ഞാൻ ഇതാണ് പഠിക്കാൻ പോകുന്നത്, 10 to 11 ഞാൻ ഫുഡ് കഴിക്കാൻ പോവാണ്. അങ്ങനെ 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 നിങ്ങൾക്ക് നിങ്ങളുടെ ഇത് സെറ്റ് ചെയ്ത് വെക്കാം. സോ കലണ്ടർ വിൽ ഗിവ് യു റിമൈൻഡേഴ്സ്. ഓക്കെ, നിങ്ങളുടെ ഫോണിലോ ടാബിലോ നിങ്ങൾക്ക് അത് നോട്ടിഫിക്കേഷൻ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ദിസ് ഇസ് ദ ടൈം ടു ടേക്ക് എ ബ്രേക്ക് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് റിമൈൻഡേഴ്സ് തരും. നോഷൻ ആപ്പും നിങ്ങളെ അതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെയുള്ള ആപ്പാണ് സ്റ്റഡി ബണ്ണി എന്ന് പറയുന്ന ആപ്പ്. സ്റ്റഡി ബണ്ണി എനിക്ക് കുറച്ചും കൂടി നിങ്ങൾക്ക് അട്രാക്റ്റീവ് ആവും തോന്നി, ബിക്കോസ് അതിങ്ങനെ ഇറ്റ്സ് ലൈക്ക് പ്ലേയിങ് എ ഗെയിം. ലൈക്ക് അത് നിങ്ങൾക്ക് എക്സ്ട്രാ പോയിന്റ്സ് ഒക്കെ ഇടയ്ക്കൊക്കെ തരും. അതായത് നിങ്ങളിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ക്യൂട്ട് ബണ്ണി നിങ്ങളുടെ കൂടെ എപ്പോഴും ത്രൂ ഔട്ട് യുവർ സ്റ്റഡി ടൈം ഉണ്ടാകും. അപ്പോൾ നിങ്ങളിങ്ങനെ സ്റ്റഡി ടൈം സെറ്റ് ചെയ്ത് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങളിപ്പോൾ ക്വസ്റ്റ്യൻ ചെയ്യാനൊരു ടൈം സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ആ ആപ്പിൽ സെറ്റ് ചെയ്യാം. അപ്പോൾ സ്റ്റഡി ബണ്ണി നിങ്ങളെ അത് റിമൈൻഡ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ കുറേ നേരം നിങ്ങൾ ഒരേ കണ്ടിന്യൂസ് ആയിട്ടിരുന്ന് വായിക്കുമ്പം നിങ്ങൾക്കൊരു ബ്രേക്ക് വേണം എന്നുള്ളത് സ്റ്റഡി ബണ്ണി നിങ്ങളെ റിമൈൻഡ് ചെയ്യിപ്പിക്കും. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് ചിലപ്പം ഭയങ്കര ഡൗൺ ആയിട്ട് തോന്നുകയാണ്, അതായത് നിങ്ങൾ എത്ര പഠിച്ചിട്ട് ശരിയാവുന്നില്ല, ക്വസ്റ്റ്യൻസ് ആയിട്ട് മാർക്ക് കിട്ടുന്നില്ല എന്ന് തോന്നുമ്പോൾ ഈ സ്റ്റഡി ബണ്ണി നമുക്ക് എന്ത് പറഞ്ഞു തരും, കുറച്ച് മോട്ടിവേഷൻ ഒക്കെ തരും. ഓക്കെ, കുറച്ച് ടിപ്സ് ഒക്കെ പറഞ്ഞു തരും. അങ്ങനെ നിങ്ങൾക്ക് ഒരു ടാർഗറ്റ് ബേസ്ഡ് ആയിട്ടൊക്കെ പഠിക്കാം. നിങ്ങളുടെ ആ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ നിങ്ങളെ സ്റ്റഡി ബണ്ണി ഹെൽപ്പ് ചെയ്യും. അത് നല്ലൊരു ഓപ്ഷൻ ആണെന്ന് തോന്നി. പിന്നെയുള്ള മറ്റൊരു ആപ്പാണ് ഫ്ലിപ്പിന്റെ സ്റ്റഡി ആപ്പ് കേട്ടോ. ഫ്ലിപ്പിന്റെ സ്റ്റഡി ആപ്പ് ഇതുപോലെ തന്നെ ടാർഗറ്റ് ബേസ്ഡ് ആയിട്ട് പഠിക്കാൻ, അതായത് ഒരു ഗെയിം ഒക്കെ ഇങ്ങനെ കളിക്കുന്നത് പോലെ ഓരോ ലെവലും നിങ്ങൾ അച്ചീവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പോയിന്റ്സ് ഒക്കെ തന്ന് നിങ്ങളുടെ സ്റ്റഡീനെ ഒരു ഗെയിം എന്നുള്ള രീതിയിൽ പ്ലാൻ ചെയ്യാനൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ആപ്പാണ് ഫ്ലിപ്പൊക്കെ. അപ്പോൾ അതേപോലെ ഒരുപാട് ആപ്സ് ഉണ്ട്. അപ്പം എനിക്ക് നിങ്ങൾക്ക് ഒരുപാട് അങ്ങനെ ആപ്പുകൾ പറഞ്ഞു തരാം, പക്ഷെ നിങ്ങൾ പിന്നെയും ഇതിലേക്ക് പോയി വേറെയുള്ള അതിലെ ഫീച്ചേഴ്സൊക്കെ കണ്ട് ചിലപ്പോൾ നിങ്ങൾ ഡിസ്ട്രാക്റ്റഡ് ആയി പോകാൻ സാധ്യതയുണ്ട്. അപ്പം നിങ്ങൾക്ക് എക്സ്ക്ലൂസീവ് ആയിട്ട് സ്മാർട്ട് ഫോൺസ് യൂസ് ചെയ്തേ പറ്റൂ എന്നുള്ള മക്കൾക്ക് ഈ ഡിസ്ട്രാക്ഷനിൽ നിന്നും ഒക്കെ ഒഴിവായി നിൽക്കാനുള്ള ഒരു വഴിയാണ് ഈ ആപ്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫോറസ്റ്റ് ആണ് ഞാൻ സജസ്റ്റ് ചെയ്യുക. സ്റ്റഡി ബണ്ണി ഉണ്ട്. അതേപോലെ മിസ് പറഞ്ഞു തന്ന ഗൂഗിൾ കാലണ്ടേഴ്സ് യൂസ് ചെയ്യാം, നോഷൻ ട്രൈ ചെയ്യാം, ആൻഡ് ഫ്ലിപ്പ് സ്റ്റഡി ആപ്പ് ട്രൈ ചെയ്യാം. ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആൻഡ് എൻഡ് ഓഫ് ദി ഡേ നിങ്ങൾ ഇതൊക്കെ യൂസ് ചെയ്ത എല്ലാ ആപ്പും കൂടി ഒരുമിച്ച് ഡൗൺലോഡ് ചെയ്ത് വെക്കേണ്ട. ഐ വിൽ ടെൽ യു യൂസ് വൺ. ഓക്കെ, അത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അത് വർക്കൗട്ട് ആവുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ ഇങ്ങനെ കലണ്ടേഴ്സ് ഒക്കെ വെച്ച് നമ്മുടെ സ്റ്റഡിയൊക്കെ പ്ലാൻ ചെയ്ത് നമുക്ക് ഡെഫിനറ്റ് ആയിട്ട് മുമ്പോട്ട് പോകാൻ പറ്റും. പിന്നെ ഈ ഓരോ ആപ്പിലും ഓരോ സ്റ്റേജസ് നമ്മൾ അച്ചീവ് ചെയ്യുമ്പം അവർ നമുക്ക് ഓരോ റിവാർഡ്സ് ഒക്കെ തരും, പോയിന്റ്സ് ഒക്കെ തരും. അപ്പോൾ അത് നമുക്ക് കുറച്ചൊരു ഗുഡ് ഫീലിംഗ്, അല്ലേ, നമ്മൾ പ്രൊഡക്റ്റീവായി എന്തൊക്കെയോ ചെയ്യും എന്നുള്ളൊരു ഫീലിംഗ് തരും. സോ ആൻഡ് ഓൾസോ ഈ ആപ്സിൽ നമുക്ക് നമ്മൾ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ്, അല്ലേ, ഓരോ പ്രാവശ്യം നമ്മൾ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്കതൊരു ടെസ്റ്റ് എഴുതുന്നത് പോലെ നമുക്ക് മാർക്ക് പോയിന്റ്സ് കൊടുത്തിട്ട് നമുക്ക് എഴുതാം. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഓരോ എത്ര ക്വസ്റ്റ്യൻ കറക്റ്റായി, അപ്പോൾ അത് നമുക്ക് അതിന് മാർക്സ് തരും. ഇപ്പോൾ സ്റ്റഡി ബണ്ണിയിലൊക്കെ നമുക്ക് ഫ്ലാഷ് കാർഡ്സ് യൂസ് ചെയ്യാം. ചില ആപ്സിൽ നമുക്ക് ക്വിസ് ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് തന്നെ ക്വസ്റ്റ്യൻസ് ഇട്ടിട്ട് ക്വിസ് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ എക്സാം എഴുതുന്നു, അല്ലേ, ക്വസ്റ്റ്യൻ എഴുതുന്നു. അപ്പോൾ ചിലതിൽ PDF ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ക്വിസ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മളത് സോൾവ് ചെയ്യുമ്പോൾ അത് നമുക്ക് 4 മാർക്ക് പ്ലസ് മാർക്ക് തരുന്നു. അങ്ങനെ നമ്മൾ മാർക്ക് നമ്മുടെ ടോട്ടൽ എൻഡ് ഓഫ് ദാറ്റ് എൻറ്റയർ സ്റ്റഡി ഷെഡ്യൂൾ നമ്മൾ എത്ര മാർക്ക് മേടിച്ചു എന്നുള്ളത് നമുക്ക് ആപ്പ് കാണിച്ചു തരും. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കുറച്ചും കൂടി ഗുഡ് ഫീലിംഗ് തരുന്ന, അല്ലേ, എൻ്റെ സ്റ്റഡി ടൈം പ്രൊഡക്റ്റീവ് ആയി എന്നുള്ള ഒരു ഫീലിംഗ് തരുന്ന രീതിയിലുള്ള ഓപ്ഷൻസ് ആണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഐ വിൽ നോട്ട് ഫോഴ്സ് യു ടു ഡു ഓൾ ഓഫ് ദിസ്. ഇറ്റ്സ് ടോട്ടലി അപ് ടു യു. പക്ഷേ മേ ബി ഇറ്റ് ക്യാൻ ബ്രിങ് ഔട്ട് എ ചേഞ്ച് ഇൻ യുവർ സ്റ്റഡി ടൈം. ബിക്കോസ് നിങ്ങളിങ്ങനെ മൊണോട്ടണസ് ആയിട്ട് എല്ലാം ഓഫ് ചെയ്ത് വെച്ച് ഇങ്ങനെ ഇരുന്ന് പഠിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾക്കും ഉറക്കം വരും, അല്ലേ, നിങ്ങൾക്ക് ഭയങ്കര ക്ഷീണം ഉണ്ടാവും. നിങ്ങൾ ഒരുപാട് ഫോണൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഈ ആപ്സ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സോ ഐ ഹോപ്പ് ദിസ് വാസ് ഹെൽപ്ഫുൾ. അപ്പോൾ ഈ ആപ്സ് ഒക്കെ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് ഇതിൻ്റെ ഫീച്ചേഴ്സൊക്കെ മക്കൾ നല്ലപോലെ ഒന്ന് പഠിച്ചതിന് ശേഷം മാത്രം, പക്ഷേ അതിൽ ഒരുപാട് ടൈം ഒന്നും ഇൻവെസ്റ്റ് ചെയ്യേണ്ട. നിങ്ങളുടെ സ്റ്റഡി ടൈമിൽ നിങ്ങൾക്ക് ഒരു ബ്രേക്ക് കിട്ടുമ്പോൾ ഇതൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കിയാൽ മതി. ഈ ടിപ്സ് ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഇനിയും ഒരുപാട് നിങ്ങൾക്കുള്ള സജഷൻസ് ആയിട്ട് മിസ് വരുന്നതായിരിക്കും. വിഷിംഗ് യു ദ വെരി ബെസ്റ്റ്. ബൈ.